ഇന്ന് ലോകത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ള 3 കാറുകളാണ് നമ്മളിന്ന് നോക്കാനായി പോകുന്നത്. പക്ഷേ ഈ കാറുകൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. നമ്പർ 3 ബുഗാട്ടി ടൈപ്പ് 59 SC അറ്റ്ലാന്റിക് ആണ്. 1909 ബുഗാട്ടി എന്ന ബ്രാൻഡ് സ്ഥാപിതമാവുകയാണ്. സ്പോർട്സ്, റേസിംഗ്, ആഡംബര കാറുകൾ എന്നിവയാണ് പ്രധാനമായും ബുഗാട്ടി നിർമ്മിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 1936 ബുഗാട്ടി ടൈപ്പ് 57 SC അറ്റ്ലാന്റിക്കിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. ഇത് നിർമ്മിക്കാനുള്ള പ്രധാന ലക്ഷ്യം എന്നത് ബ്രാൻഡിന്റെ മികവ് വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. പക്ഷേ ഈ സീരീസിൽ വെറും 4 കാറുകൾ മാത്രമാണ് ബുഗാട്ടി നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ഇത് വൻതോതിൽ ഉൽപാദനം നടത്താനായി കമ്പനി ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. എന്നാൽ വൻതോതിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. മാത്രവുമല്ല ഇതിനെ മാസ്റ്റർ പീസ് എന്ന നിലയിൽ റെയറാക്കാൻ കമ്പനി തീരുമാനിച്ചു. കാണാനൊരു കില്ലാടിയാണെങ്കിലും ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ $100 മില്യൺ വരെയുണ്ട്. വാഹനങ്ങളുടെ ചരിത്രത്തിൽ ഒരു കില്ലാടി തന്നെയാണ് ബുഗാട്ടി ടൈപ്പ് 57 SC അറ്റ്ലാന്റിക്. നമ്പർ 2 റോൾസ് റോയ്സ് 15 HP ആണ്. റോൾസ് റോയ്സിന്റെ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കാറുകളിൽ ഒന്നാണ് 15 HP. വളരെ അപൂർവമായ കാറ് വെറും 6 യൂണിറ്റുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഈ ഒരു കാറ് മാത്രമേ ലോകത്തിൽ നിലനിൽക്കുന്നുള്ളൂ. ഇനി ഇതിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ 15 കുതിരശക്തിയുള്ള 3 സിലിണ്ടർ എഞ്ചിനുകളാണ് 15 HPക്കുള്ളത്. ആദ്യമായാണ് ഒരു കാറ് വാങ്ങുന്നവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാർ ഡിസൈൻ ചെയ്തു കൊടുക്കുക എന്നത് റോൾസ് റോയ്സ് കമ്പനിയാണ് കൊണ്ടുവന്നത്. റോൾസ് റോയ്സിന്റെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച കാർ എന്നറിയപ്പെടുന്നത് 15 HP ആണ്. ഇതിന്റെ പ്രൈസ് വ്യക്തമായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. നമ്പർ 1 ഫെരാരി 215 GTO ആണ്. 3 സീരീസുകളായി 36 യൂണിറ്റുകളാണ് ഈ കാറുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ കാറ് പ്രധാനമായും റേസിംഗിനാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഫിയ ഗ്രൂപ്പ് 3 ഗ്രാൻഡ് ടൂറിംഗ് കാർ മത്സരത്തിനാണ് 215 GTO നിർമ്മിച്ചതെന്ന് പറയുന്നു. മാത്രമല്ല ആ കാലത്ത് തന്നെ നിരവധി റേസിംഗ് മത്സരങ്ങൾ വിജയം കരസ്ഥമാക്കാനും ഈ കാറിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചിലവേറിയ കാറുകളിൽ ഫെരാരി 215 GTO ഏറ്റവും മൂല്യവത്തായ കാറ് തന്നെയാണ്. ഏകദേശം $70 മില്യൺ ആണ് ഇതിന്റെ വില എന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതാണെന്ന് കമന്റിൽ അറിയിക്കൂ.